ഞാൻ ഓരോ വട്ടം പൊട്ടിക്കാൻ വരുമ്പോഴും എടുക്കാട്ടാ. അന്നാട് നോക്കിയാൽ എന്തോരം പയറ് നമുക്ക് കിട്ടിയില്ല. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ അപ്പൊ നമ്മുടെ ഓറഞ്ച് കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. ഇന്നിപ്പോൾ ഞാനേ ആദ്യം തന്നെ നമ്മുടെ മുഖത്ത് വന്ന നീരിനെ കുറിച്ച് പറയാം കേട്ടോ. നമുക്ക് നീരൊക്കെ മാറി ഞാൻ ഉഷാറായി. അപ്പോൾ അതായത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് ഒരു 4-ാമത്തെ ദിവസമായപ്പോഴേക്കും നീരൊക്കെ നന്നായിട്ട് കുറഞ്ഞു. 5-ാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മൾ ഓക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വരുമ്പോൾ തന്നെ ഞാനൊരു 3-ാമത്തെ ദിവസമൊക്കെയാണ് നമ്മുടെ വീഡിയോ വരുന്നത് ഈ അസുഖം വന്നിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നെ വിളിച്ചന്വേഷിച്ചിരുന്നു കേട്ടോ, അസ്മിത എന്തായി അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടു. എനിക്ക് നീര് കുറവായെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നന്നായി മാറിയെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ എൻ്റെ പോസ്റ്റ് അധികം പേര് അങ്ങനെ കാണാറില്ല എന്ന് തോന്നുന്നു. എനിക്ക് ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ചോദിച്ചത് എന്നിട്ടാണെന്നറിയോ, കുറേ പേര് ഏത് ഡോക്ടറായിരുന്നു എന്നായിരുന്നു. ജേക്കബ് പോള് നമ്മുടെ പുത്തൂര് ആണ് ആൾ ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ, ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ കൂണ് കഴിച്ചത് തന്നെയായിരുന്നു സംഭവം എന്ന് എനിക്ക് നീരൊക്കെ നന്നായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നിട്ടാണെന്നറിയോ, ഈ തടിപ്പ് മുന്നുണ്ടായിരുന്നിട്ടുണ്ടാവുമോ, പെട്ടെന്ന് നമുക്ക് വേദനയോ വീർമതിയൊക്കെ വന്നപ്പോഴാണോ നമ്മളിത് അറിഞ്ഞത് എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് കൂടുതൽ. അങ്ങനെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഓക്കെ ആയിട്ടാ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ തന്നെ നമ്മുടേതായ പറമ്പിലത്തെ കുറച്ച് പണികളും അതേപോലെ തന്നെ നമ്മുടെ അവിടുത്തെ പറമ്പിലത്തെ കുറച്ച് പയറൊക്കെ നമുക്ക് ഈ മഴക്കാലമായിട്ടും കുറച്ച് പയറൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിക്കൽ, അതേപോലെ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ ഓറഞ്ചും അതേപോലെ നമ്മുടെ ഇവിടെ പറമ്പിൽ പടവലങ്ങി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം ഇനി നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോവാം. ആയിട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ, അതായത് നമ്മൾ കുറച്ച് ഭാഗം പയർ നട്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ പയറൊക്കെ ഉണ്ടാവൽ കഴിഞ്ഞു. പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ വട്ടം നമ്മൾ പൊട്ടിച്ച് പോകുമ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ അടുത്ത വട്ടം വരുമ്പോൾ ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം വൃത്തിയാക്കാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പയറുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പയർ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെങ്കിൽ അതുമത്തെ എല്ലാ പയർ പൊട്ടിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി നമ്മൾ കളയാൻ വിചാരിച്ചിട്ടുള്ളൊരു പയറാണ്. ഇപ്പം നിൽക്കുന്നത് എന്തായാലും നമുക്കറിയാം. ഇതൊക്കെ അറിയാം. ഇതിലൊന്നും അങ്ങനെ കട കണ്ടു കഴിഞ്ഞാൽ അറിയാം ഉണങ്ങി തുടങ്ങി. എങ്കിലും നിൽക്കുന്നുണ്ട് പയർ ഉണ്ടായിട്ട്. ഇങ്ങനെ കാണുന്ന പോലെയല്ല, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഉരുണ്ട എന്താ പറയുക, അണ്ണാമാരൊന്നും തിന്നാണ്ട് ഇപ്പം ഉണ്ടായിട്ടുള്ള പയറുകൾ ലാസ്റ്റ് ആയ കാരണമൊന്നും ഇവിടെ അണ്ണാമാരൊന്നും വന്നിട്ടില്ല. ഒറ്റ അണ്ണാമാർ തിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇട്ടായിട്ട് ഇപ്പം നിൽക്കണ പയർ. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യണേ. നോക്കി എന്ത് രസമായിട്ടോ നോക്കി ഇപ്പോഴത്തെ പയറ്. മറ്റേത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയണ പോലെ അണ്ണാമാരുണ്ടാവും തിന്നിട്ട്. ഞാനേ കണ്ട ഈ നിന്നോടത്ത് നിന്നിട്ട് ഇപ്പൊ പൊട്ടിച്ചിട്ടാ ഇത്രയും പയറെന്ന് നോക്കിയേ. ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക അയ്യോ ഇതിനിപ്പോൾ കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഓരോ വട്ടം നിർത്തി പോവാ. പക്ഷെ ഈ വട്ടം എന്തായാലും നിർത്തണില്ല. കഴിഞ്ഞ് ഇവിടെ വൃത്തിയാക്കി തന്നെ ചെയ്യണം.
നോക്കിയേ, നമുക്ക് പയർ നിൽക്കണപ്പോ നല്ലതുള്ള പോലെ തോന്നിയിട്ടില്ലല്ലോ. കണ്ട പൊട്ടിച്ച് വരുമ്പോ നോക്കിയേ. ഇനിയിപ്പോ ഇപ്പോഴായിട്ട് ഇവിടെ ഒക്കെ വെറുതെ പൊട്ടിക്കാണ് നിൽക്കണേ. ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടുടങ്ങുമ്പോഴാന്നേ നമ്മള് ഈ പയറിന്റെ തടക്കും വൃത്തിയാക്കാന്ന് വെച്ചിട്ട് വരുമ്പോ അയ്യോ ഇനി വേണ്ട, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, ഇനിയും കിട്ടുന്നു വേണ്ട, ഇങ്ങനെ പോല പണി. അത്ര അധികം ഉണ്ടായിക്കൊണ്ടിരിക്കണ നല്ലൊരു പയറിത് കണ്ട. ഇപ്പോഴായാലും കണ്ട പൂവുണ്ടാവണേ അല്ലേ. പിന്നെ ഇങ്ങനെ നമ്മളിത് കളയാ, പക്ഷെ ഇത് കളയൂട്ടാ, ഇന്ന് എന്തായാലും കളഞ്ഞിരിക്കും ഇത്. ഇതുമെന്നല്ലേ നമ്മള് പല പ്രാവശ്യം പയർ പൊട്ടിക്കുന്ന കാട്ടിയും കിട്ടാ. എത്ര പ്രാവശ്യം എന്നല്ലേ നമ്മൾ ഇതുമെന്ന് പയർ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. നമ്മള് അതൊക്കെ ഒരുവിധം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് പൊട്ടിക്കുന്നത്. ഞാൻ ഓരോ വട്ടം പൊട്ടിക്കാൻ വരുമ്പോഴും കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. വല്ല എന്താ പറയാ, എന്നെങ്ങനെ പയർ പൊട്ടിക്കുന്നത് കാണിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കാതെ ഇരുന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്നാലും ഒരു വിധമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയില്. ഇപ്പൊ നോക്കിയേ, നമ്മള് ഏതാണ്ടത് പറയുന്ന പോലെ ഒരുവിധം പയറൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു കേട്ടാ. നോക്കിയേ, നമ്മൾ കളയാൻ വിചാരിച്ച് നമ്മുടെ പയറുമെന്നാണ് ഇതേപോലെ പയർ കിട്ടിയത് കേട്ടാ. നന്നായിട്ട് കിട്ടി. ഇപ്പൊ നമുക്ക് കുറച്ച് തടങ്ങൾ കൂടുതൽ നട്ടുണ്ടായിരുന്നു. എല്ലാത്തുമ്പോൾ നമ്മളൊരുവിധം എല്ലാം പൊട്ടിച്ചെടുത്തു. ഇപ്പൊ ഇതിമേഴ് നമുക്ക് നോക്കുമ്പോ അറിയാം. നീങ്ങാന്ന് തോന്നണില്ലേ, അപ്പോഴും ഒന്ന് കാണാൻ കണ്ണില്. നോക്കിയേ കണ്ട, കുഞ്ഞു കുഞ്ഞു പയറുകൾ ഉണ്ടാവണേ. ഞാൻ എന്താ പറയാ, മുന്നും കാട്ടിയിട്ടുണ്ട്. ഓരോ തരത്തിൽ മാറി മാറി പൊട്ടിക്കുമ്പോൾ ആ തരത്തിലൊക്കെ ഇതേപോലെ ചെറുത് നിൽക്കണ്ട കേട്ടോ ഞാൻ മുന്നും കാട്ടി തന്നത് പൂവൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കണ്ട ഈ തടത്തിന്റെ ആ ഭംഗി പോയി. കാരണം അതായത് അവരെ കാലാവധി കഴിയുമ്പോഴാണ് ആ ഭംഗി പോകണം. പക്ഷെ എന്നാലും അവർ ഓരോ ഭാഗത്ത് ചിലർ പൊടിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി നോക്കണില്ല, നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാട്ടാ. എന്നാലും നോക്കിയാൽ എന്തോരം പയറ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണെന്നറിയോ ഇതുമൊന്ന്. അപ്പൊ നമ്മുടെ പയറിനുണ്ടല്ലോ ഇങ്ങനെ വടികളൊക്കെ കുത്തിയെടുക്കാൻ നല്ല സുഖമായിട്ടാ. പക്ഷെ ഇങ്ങനെ വൃത്തിയാക്കേണ്ടി വരുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പയറിന്റെ കടകൾ വരിക്കും, എന്നിട്ടാണ് പിന്നെ വടികൾ വലിച്ചു തുടങ്ങുന്നത്. കാരണം ഈ വടിയും വെക്കി ചുറ്റി പിടിച്ചിട്ട് അവിടെ ഇരിക്കണ്ടാവുക. വടിക്കും പൂത്തിരിക്കണ്ട, ഒന്നിനും പറ്റില്ല. കാരണം മഴയ്ക്കും കൊണ്ടിട്ടുള്ള കാര്യമേ കണ്ട തൊടുമ്പിക്ക് പൊടിഞ്ഞു പൊടിഞ്ഞു വരാം. ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ഉണ്ടാവണം മത്തങ്ങ കേട്ടാ. ഒരു പ്രത്യേക ഷേപ്പാണ് ഇവിടെ കണ്ടാ, ഒരു ഉണ്ടപ്പ് ഷേപ്പ് പോലെയാണ് ഈ മത്തങ്ങ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ വലുതുണ്ടായി നിൽക്കുന്നുണ്ട്, അത് ഞാൻ കാട്ടിത്തരാം കേട്ടാ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മത്തങ്ങയുടെ ഒരു ഷേപ്പ്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ മത്തങ്ങയ്ക്ക് ഇതാ. നമ്മളുണ്ടല്ലോ ഈ പയറിന്റെ തടെടുത്തിട്ട് നടണ കാരണം ഗ്യാപ്പിലൊരു ചാല് പോലെ ഉണ്ടാവും. കാരണം നമുക്ക് മഴക്കാലത്തേക്ക് വെള്ളം നിൽക്കാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം പൊലി പോലെ കൂട്ടിയിട്ടാണ് പയർ നടാറ്. അപ്പം ആ ഗ്യാപ്പിലേക്കാണ് ഇപ്പം നമ്മൾ മേടിക്കുന്നത് ഈ പയറിന്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടാ.
അപ്പോൾ അത് വലിച്ചിട്ടിട്ട് നമ്മളൊന്ന് കയറി നിന്നാൽ മതി. അപ്പോൾ അത് അതേപോലെ തന്നെ താഴ്ന്നു പൊക്കോളും. ഇതിലൊന്നും ഞാൻ ചവിട്ടി കൊടുക്കും. നമ്മൾ കണ്ട എന്തോരം പയറിൻ്റെ ഉണ്ടായിരുന്നത് വള്ളികൾ ഇതിൽ ചവിട്ടി ഒന്ന് അമർത്തോട് കൂടിയിട്ട് അതൊക്കെ അതിൽ ഒതുങ്ങിപ്പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും നടുമ്പോൾ ഈ പയറിൻ്റെ ഇത് വലിച്ചിട്ടുള്ള വള്ളികൾ ഇതിന് മുകളിലേക്ക് മണ്ണിട്ടിട്ട് അതിന് മുകളിലായിട്ട് വള്ളി നട്ടു കൊടുക്കുക. നല്ല വളർച്ച വരും അങ്ങനെയൊക്കെ നടുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ പയറിൻ്റെ തടങ്ങൾ വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായട്ട് ഇവിടെ മണ്ണൊക്കെയും ഞാൻ പറഞ്ഞല്ലോ ഈ പയർ വലിച്ചിട്ടതിൻ്റെ ഈ പയറും വള്ളി വലിച്ചിട്ടതിൻ്റെ മുകളിലൊക്കെ മണ്ണൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള തടങ്ങളൊക്കെ ആക്കിയെടുക്കും. അതെടുത്തതിന് ശേഷമായിട്ട് നമ്മൾ പിന്നെ എന്താ നടണ്ടതെന്ന് കപ്പള ആലോചിച്ചോളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയറിൻ്റെ തടം വൃത്തിയാക്കി കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ദിവസം വേറെ പറമ്പിൽ പണിയില്ല. കാരണം ഇതന്നെ ചെയ്തിരുമ്പോൾ നമുക്ക് വയ്യാട്ടോ. ഇത്തിരി മല്ലുള്ള പണിയാണ്. അതായത് ഇവിടെ കടപ്പിടിച്ച് വലിക്കുമ്പോഴും അതേപോലെ ആ വിറകും കൂടിയൊക്കെ ഒന്ന് വെട്ടിയൊക്കെ എടുക്കുമ്പോഴേ അപ്പോൾ നമ്മുടെ പയർ പൊട്ടിച്ചുകൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. പയർ കാണും എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ തോന്നുക. ശരിക്കും പറഞ്ഞാൽ നല്ല വിത്തായിരുന്നു തോന്നുന്നുണ്ട്. അതേ ഞാൻ പറഞ്ഞല്ലോ അത്ര നമുക്ക് പയർ പൊട്ടിക്കാനും കിട്ടി. ഇപ്പോഴായാലും നല്ല ഭംഗിയുള്ള പയർ. കുറേ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പയറെന്ന്. കാരണം അത്രയും നമുക്കൊരു ഇഷ്ടം തോന്നി പയറിനോട്. കാരണം അത്രയധികം നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേടില്ലാണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വട്ടം ഞാൻ പയറിനെ വീണ്ടും വീണ്ടും പല വട്ടമായിട്ട് പറയണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ചെറുതായിട്ടൊരു മഴയും തൂളി. അപ്പോൾ ഒരു നനവായി അന്തരീക്ഷത്തിലാക്കി. നമ്മുടെ പാഷൻ ഫ്രൂട്ട് അവർ കുറേ നാളായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഓവറായിട്ട് ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടായി കിട്ടുന്നുണ്ട്. പടവല ഇത് നല്ല നീളമുള്ള ഒരു ടൈപ്പ് പടവല കേട്ടാ. പക്ഷേ ഇതേ നമുക്ക് ഈ ഇടയ്ക്കോടെ മഴ കിട്ടുന്ന കാരണം അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവണില്ല. എന്നാലും ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് നട്ടേനുള്ള ഒരു ഗുണത്തിന് അവരുണ്ടായി തരുന്നുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു പടവല നമുക്ക് പൊട്ടിക്കണം. ഇനി അതേപോലെ തന്നെ ഒരെണ്ണം കൂടി പൊട്ടിക്കാണ്ടിട്ട് നമുക്ക് അവിടെ ഈ ഒരു തെങ്ങുമ്മിക്കായിട്ട് പടർന്നു നോക്കുകയാണ്. അപ്പോൾ നോക്കിയേ ഈ പട്ടയമ്മ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് തൊലി പോയിട്ടുള്ളതാട്ടാ. ഇനി നമുക്ക് ഓറഞ്ച് കുറച്ച് പൊട്ടിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൂടി പൊട്ടിക്കാട്ടാ. അപ്പൊ നമ്മുടെ ഓറഞ്ച് കേട്ടാ, ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് ഓറഞ്ച് എപ്പോഴും ഉണ്ടാകുന്നു. അപ്പം ഇന്ന് കുറച്ച് പൊട്ടിക്കാനുള്ളൂ. നമ്മൾ 2 ആഴ്ചയ്ക്കും കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊട്ടിക്കാനുള്ളത് കിട്ടും. അപ്പം അതേപോലെ ഒന്ന് മൂത്ത് നിൽക്കുന്നത് മാത്രമായിട്ട് നമ്മളിന്ന് പൊട്ടിക്കണേ. ഇനിയിപ്പോൾ ഇതും അങ്ങനെ അധികം പൊട്ടിക്കാനുള്ളതില്ല. ഇപ്പോൾ ഒരു 5-6 എണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തും ഒരു ഓറഞ്ച് തൈ ഉണ്ട്, അതിന് പൊട്ടിക്കാറായിട്ടുണ്ട്. ഞാൻ അത് പൊട്ടിക്കാം. ഈ നിൽക്കുന്ന ഓറഞ്ച് തൈ എന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നിന്നാട്ടെ. ഞാൻ മുന്നേ പൊട്ടിച്ചത് നല്ല അട്ടറൊക്കെ നിൽക്കണം നമ്മുടെ പറമ്പിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഒരുവിധം മൂത്ത് നോക്കിയിട്ടാണ് പൊട്ടിക്കണേ. ഒരാൾ നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട്. ആളെ പൊട്ടിക്കണമെങ്കിൽ എനിക്ക് വടി വേണ്ടി വരും.
അപ്പോൾ താഴത്തുള്ള 1-2 ആദ്യം പൊട്ടിക്കാം, എന്നിട്ട് നമുക്കൊരു വടി എടുത്തിട്ട് അത് പൊട്ടിക്കാം. ഒരു വടി എടുത്തിട്ട് വേണ്ടിയായിരിക്കും, എടുത്തിട്ട് വച്ചേട്ടാ. ഞാനേ നമുക്ക് മുകളിലുള്ളതൊക്കെ എനിക്ക് ഷായേട്ടനെ പൊട്ടിച്ചേരാറ്. അപ്പോൾ ഇന്ന് ഞാൻ വടി എടുത്ത് പൊട്ടിക്കാന്നുണ്ടെങ്കിൽ അത് നമ്മൾ തല്ലി പൊട്ടിക്കണ പോലെയും. അപ്പം ഞാൻ തോട്ടിയെടുത്തു, തോട്ടിയാകുമ്പോൾ പതുക്കെ വലിക്കാലോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഇനി പൊട്ടിക്കണില്ല ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഇനി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കി നമുക്ക് കിട്ടും. ഞാനേ നമ്മുടെ ഓറഞ്ച് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടാ. കുറേ പേർക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, പുതിയതായിട്ട് കാണുന്നവർക്ക് നമ്മുടെ ഓറഞ്ചിനെ കുറിച്ച് അറിയില്ല. സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ പലവട്ടം ഓറഞ്ച് ഇവിടെ പോകും ഒക്കെയും കാണിച്ചിട്ടില്ല കാരണം. അപ്പം ഞാൻ ഒരെണ്ണം പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കാട്ടിത്തരാം. വെളുത്തിട്ടായിട്ടിരിക്കുക ഉള്ളുവശം. പിന്നെ അല്ലിക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ പോലെ തന്നെ ഇങ്ങനെ തിരിച്ചെടുക്കാനും പറ്റും. അതേപോലെ കഴിക്കാനായാലും നമ്മുടെ മറ്റുള്ള ഓറഞ്ചിൻ്റെ പോലെ തന്നെയാണ്. ചെറിയ കുരു ഉണ്ടാവും, പിന്നെ ചെറിയ ചെറിയ അല്ലികളും ഉണ്ടാ. തിന്നാനും ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പലവട്ടം തിന്ന് കാട്ടിയിട്ടുണ്ട്. നല്ല നീരും ഒക്കെ ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കണതുണ്ടല്ലോ നമ്മുടെ പടവലങ്ങ കൊണ്ടുള്ള ബജ്ജിയായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കണേ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോവാം. നമുക്കുണ്ടല്ലോ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഹായ് പറയാറില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പേരിങ്ങനെ ബെൻഡിങ്ങിലാണ് ഹായ് പറയാനുള്ളവർ. അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോയിലായിട്ട് ഇനി ഞാൻ എല്ലാവരും ഇങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടോ എന്നെ ഷായിട്ടിനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാർജയിൽ നിന്ന് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഹബീബിൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹബീബും ഹബീബിൻ്റെ ഉമ്മ റംല, വൈഫ് നിഷിത, അതേപോലെ അവരുടെ 3 മക്കൾ. അപ്പോൾ എല്ലാവർക്കും ഹായ്. ലതാ മുരളിക്ക് എന്നോട് കുറേ മുന്നേ പറഞ്ഞിട്ടുള്ളതായിട്ട് ഹായ് പറയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. ചേച്ചി സോറി. ഇവിടെ നിന്ന് പറയണോട് എല്ലാവരോടും ആദ്യം സോറി ആയിട്ട് പറയണേ. അപ്പോൾ ഹായ് ലതേച്ചി. മോളി സണ്ണി ഹായ് മോളിയേച്ചി. ഷാഹിന മുക്കാറ്റിൽ ഹായ് ഷാഹിന. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം കേട്ടോ. അപ്പം ഇന്ന് നമ്മളുണ്ടല്ലോ പടവലയും കൊണ്ടുള്ള ബജ്ജിയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്കുള്ള ചമ്മന്തി ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നോക്കി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് പകുതി മതി കേട്ടോ. സവാള നോക്കിയാൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ജാറിലൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ തക്കാളിയുടെ പകുതി നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് എന്താ പറയുക, ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സാധാരണ മുളക് പൊടി. അത് ഞാനിതാ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ട് നല്ല കളറൊക്കെ കിട്ടാനും എരിവും കുറവായിരിക്കും, നല്ല കളറും കിട്ടും. അപ്പോൾ ഇതാ ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി.
ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നോക്കിയേ, നമ്മളിതാ ഇതേപോലെ നന്നായിട്ട് കണ്ട ഈ ഒരു അളവിൽ വെള്ളം ഒഴിക്കേണ്ട വരാറില്ല കേട്ടോ നമുക്കപ്പോൾ. തക്കാളി സബോളയൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു അളവിനെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ ഇരിക്കട്ടെ. നമുക്കുണ്ടല്ലോ ഈ പടവലങ്ങയുടെ ഈ മുകളിലത്തെ ഈ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ ചിരണ്ടി കളയണം കേട്ടോ. വേണ്ട ഇങ്ങനെ കത്തി കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കനം കുറവിൽ ഇങ്ങനെ ചിരണ്ടി കിട്ടും. കണ്ട നമുക്ക് ഇതേപോലെ കണ്ട നോക്കി എന്തൊരു വൃത്തിയായിട്ട് നമുക്കിങ്ങനെ കിട്ടണേ. അപ്പോൾ എന്താ പറയുക, നല്ല കനം കുറവിൽ മാത്രമായിരിക്കും ഇതിൻ്റെ മുകളിലത്തെ ആ തൊലി പോവാട്ടാ. കണ്ട ഇതേപോലെ നല്ല വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ആ മുകളിലത്തെ ആ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നമുക്ക് നുറുക്കി കഴിഞ്ഞ് പിന്നീട് കഴുകണ്ട. അപ്പോൾ ഇത് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിത് അത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും, അതേപോലെ തന്നെ ഈ ഒരു സൈഡും കളയും കേട്ടോ. എന്നിട്ട് നമുക്കിതാ റൗണ്ടിൽ ഈ ഒരു കനത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. കണ്ട ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ കുരുക്കളുണ്ടാവും. ഈ കുരു നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അല്ല ഈ രീതിയിൽ നമുക്ക് ആയി കിട്ടും. ഇതേപോലെ ഞാനിതെല്ലാം അതിങ്ങനെ ആക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പടവലങ്ങ ഇതാ ഇതേപോലെ നമ്മൾ നോക്കിയാൽ എല്ലാതും ഓരോ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്കെങ്കിലും കനം വേണം കേട്ടോ, അതല്ലെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞീതായിട്ട് പോകും. നമ്മളുണ്ടല്ലോ ഇതിലേക്ക് നോക്കിയാൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് ഇപ്പോൾ ഒരു 300 ഗ്രാമിൻ്റെ അവിടേക്ക് ഉണ്ടാവും കേട്ടോ ഈ കടലമാവ്. ഇതിലേക്ക് ഞാൻ നോക്കിയാൽ ഒരു 4 ടീസ്പൂണ് വറുത്ത അരിപ്പൊടി കേട്ടോ. പത്തിരിയിലേക്കൊക്കെ ഉപയോഗിക്കില്ല, നമ്മൾ നൂലപ്പത്തിരിക്കൊക്കെ ഉപയോഗിക്കുക അതേപോലത്തെ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കടലമാവ് എടുക്കുമ്പോഴായാലും മുന്നേ അരിപ്പയിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്കാം. ഇതാ ഒരു 1/2 ടീസ്പൂണിനേക്കാൾ തുണ്ട് കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാദാ മുളക് പൊടി 1/2 ടീസ്പൂണ്. പിന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ, അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുത്തിപ്പൊടി മുളക് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം തന്നെ ടീസ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കടലമാവിൽ പെട്ടെന്ന് വെള്ളമാവും, അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഇത്ര അളവെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പൊടികളൊക്കെ ആകുമ്പോൾ ഓരോ വ്യത്യാസം ഉണ്ടാവുമല്ലോ അരിപ്പൊടിയുടെയൊക്കെ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും അതിലേക്കിട്ടാൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് വെള്ളമാവേ. അത് കൂടുതൽ അഴഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ ക്രീസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത്രയും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഒരു 2 ടീസ്പൂൺ അടുപ്പിച്ച് ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ അളവ് ശരിയാവാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതേപോലെ നോക്കി നമ്മൾ മാവ് നന്നായിട്ട് ഇങ്ങനെ
ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം നമ്മുടെ ഈ ബജ്ജിയിലേക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ശരിക്കും കായപ്പൊടിയാണ്. അപ്പോൾ ഞാനിതാ ഇതൊരു ചെറിയൊരു ടീസ്പൂൺ കേട്ടോ, അപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് എടുക്കുന്നുണ്ട്. ഇത്രയും കായപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലേക്കൊക്കെ റെഡി ആക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല, ഇത്ര ആയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. മറ്റേതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോളിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കായപ്പൊടിയൊക്കെ ഇട്ട് നമുക്കിതാ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു അളവിലായിരിക്കണം കേട്ടോ, എങ്കിലാണ് നമ്മൾ ഇതിൽ ബജ്ജി എനിക്ക് നമ്മളിപ്പോൾ പടവലങ്ങയ്ക്ക് മുക്കുമ്പോൾ അതുമ്മ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ മാവ് അപ്പോൾ നമ്മൾ റെഡി ഉണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മളൊരു പാത്രം അടുത്തിട്ട് കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ഇതാ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബജ്ജി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പടവലങ്ങ ഇടുമ്പോൾ അത് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അത്രയും തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മളിത് ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ ചൂട് കുറവാണെങ്കിൽ ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണ പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ ഇതേപോലെ കണ്ട ഇത് മാവ് സുഖമായിട്ട് പിടിക്കുന്നുണ്ട്. നമുക്ക് കയ്യിൽ വീണു നേരെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടല്ലോ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം പിന്നാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കി ഇതിലിട്ടിട്ട് ഇതിങ്ങനെ പൊന്തി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതാ മറിച്ചിടാം കേട്ടോ. നമ്മളിതാ വീണ്ടും ഒരു വട്ടം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം നോക്കിയേ ഇതേപോലെ ഒരു കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിലുള്ള ഈ പൊടികളൊക്കെ നമുക്ക് അപ്പം തന്നെ കോരി എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് കിടന്ന് കരിയും. ഈ പൊടിയായാലും കഴിക്കാൻ നല്ല രസമാണ്. ഈ മാവിൻ്റെ ഈ തുള്ളികളില്ല ഇങ്ങനെ ഒറ്റ വീണിട്ടുള്ളത്, അതായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാതും ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇതിടണ സമയത്ത് ഇതാ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം നല്ല തീ ചൂടിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ കുടിക്കും കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് തന്നെയാണ് ഇരിക്കണേ കൂട്ടി വെച്ച കാരണം. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കൂടുതൽ ഇടയിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടി പിടിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ എല്ലാതും വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് ഞങ്ങൾക്ക് അളിയൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെയാണ് അളിയൻ ബഹറിയിൽ നിന്ന് എത്തി നോക്കണത്. നമ്മുടെ കൺമുണി കുട്ടീനെ കൊണ്ടാക്കിയിട്ട് വരണ വഴിയല്ലോ മാമേ. എന്ന് നമ്മുടെ പടവലയും കൊണ്ടുള്ള ബജ്ജി. നോക്കി നോക്കും മാമേ. പുതിയ റെസിപ്പിയാണോ? ആ പുതിയതാ. അടിയിലത്തെ ആകുമ്പോ ചൂട് കുറവുണ്ടോ മാമ?
ചൂടുണ്ട് അത്യാവശ്യം. ഇത് ചമ്മന്തി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ചമ്മന്തി ഉണ്ടാകുന്ന ഈ സോസും കച്ചപ്പൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ടേസ്റ്റ് പോകും. അതെ, എനിക്ക് അങ്ങനെ ഇഷ്ടം ബജ്ജി മാത്രം. പക്ഷെ കുറെ പേർക്ക് ചമ്മന്തി കൂടി വേണേ, അതാണ്. പക്ഷേ ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും കഴിക്കില്ല. ചമ്മന്തി വേണമെന്നില്ല, നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ. എടുത്തിട്ട് സോസിൽ അപ്പൊ ചിക്കൻ്റെ ടേസ്റ്റ് പോയി. അതുപോലെ ചെയ്യും. രസമുണ്ടല്ലേ? അപ്പം ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ മാമൻ. ഞാൻ കൺമണിയേക്കും കൊണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ മാമൻ. അല്ല, ഞാൻ അവിടെ സ്കൂളിലാക്കിയിട്ട് വരുമ്പോ വണ്ടി വഴിക്ക് കാരണം കൺമണി കൂട്ടിനും കുറേ ദിവസമായി വീഡിയോയിൽ കാണിച്ചിട്ടേ. അപ്പം ഞാൻ അടുത്ത് സാരില്ല, പിന്നത്തെ വീഡിയോയിലല്ലേ ഞങ്ങൾ കാണിക്കാട്ടെ. കൺമണി സബ്സ്ക്രൈബറെ കണ്ടു ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ടേ. ഈ മൈക്ക് പിടിച്ച് മാമൻ ചിലപ്പോൾ സൗണ്ട് കേൾക്കില്ല. പിടിച്ചാലും മതി. എയർപോർട്ടിൽ വെച്ചിട്ട് ഞാനങ്ങനെ വിസ്കി ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അളീൻ്റെ അവിടെ അവൻ്റെ അളീൻ്റെ കല്യാണം. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഇരിഞ്ഞാലായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ അളിയന്മാരൊന്നും കഴിക്കില്ലല്ലോ, എന്നെ കുറവ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഞാനറിയില്ല, ആൾ ആദ്യമായിട്ട് കാണുന്ന. എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ കയറാനായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ യൂണിക് ഫാമിലി കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്ങല്ലൂരുള്ളൊരു ഷിബു ബഹറിനിലാണുള്ളത്. അതെ, ഇതൊന്നും അതിൻ്റെ കേട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓരോന്നുണ്ടായി കിട്ടുമ്പോഴേ വെറുതെ ഒരു ദിവസം ചായക്ക് ഒന്ന് നോക്കി നോക്കാന്ന് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോ രസം തോന്നി. അപ്പൊ അങ്ങനെ മാമ വന്ന് ചമ്മന്തി എന്താ? ഉള്ളി ചമ്മന്തിയാണോ? ഇതില് സബോളി, തക്കാളി, പിന്നെ വിനാഗിരി, പഞ്ചസാര, ഉപ്പ്, പിന്നെ നമ്മുടെ 2 തരം മുളക്, അത് കാശ്മീരി സാധാ മുളക് പൊടി. അതല്ലേ ഞാൻ എന്തായാലും കൺമണി കൂട്ടി നമുക്കിങ്ങനെ ഓരോന്ന് കൂടുതൽ ഓരോന്നിങ്ങനെ ഉണ്ടായി കിട്ടുമ്പോഴേ തന്നെ ചെയ്യുന്ന ചെറിയ പരീക്ഷണങ്ങളാ. അപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുമ്പോഴാണ് നമ്മളിതിൽ കൂടുതൽ. അങ്ങനെ പ്രതീക്ഷിക്കണ്ട. മാമ വന്ന് പോയി, നല്ല എത്തിയിട്ടുണ്ടായിരുന്നുള്ള മാമൻ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിട്ടില്ല, വരുമ്പോൾ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വരുമെന്ന് വിചാരിച്ചേ. അപ്പോൾ മാമൻ കൺമണി കുട്ടീനെ കൊണ്ടാക്കാൻ പോയിട്ട് വരുമ്പോഴേക്ക് ഒന്ന് ജസ്റ്റ് കയറി പോകാനായിട്ട് വന്നതാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബജിയുടെ ടേസ്റ്റ് മാമൻ പറഞ്ഞില്ലേ, നല്ല രസം തന്നെയാട്ടാ. ഇനിയിപ്പോൾ ഷായട്ടം പറയുമ്പോൾ അറിയാം. ദേ നമ്മുടെ അല്ലു നോക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ബാക്കിൽ തന്നെ ഇരിക്കേണ്ട ആൾക്ക് വൃത്തിയാക്കലാണല്ലോ ഹോബി. ഇതാ ഭക്ഷണം കൊടുത്തിട്ട് ഇതാ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കി കാക്കകൾ ഇപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ട് കയറിയിരുന്നല്ലോ. ക്യാമറ കണ്ട ആൾക്ക് എന്തൊരു മടിയാണെന്നറിയോ? കാരണം ഇപ്പോൾ അവളുടെ മെയിൻ പണി വൃത്തിയാക്കലാണ്. കാരണം ഭക്ഷണം ഇത്തിരി കഴിച്ചല്ലോ, പിന്നെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടാ. ഭയങ്കര വൃത്തിയിൽ നടക്കണ പൂച്ചക്കുട്ടിയായിട്ട് നമ്മുടെ അല്ലു. എപ്പോഴും തുടച്ചും മിനിക്കും വൃത്തിയാക്കി അവളുടെ ശരീരത്ത് ഒരു അഴുക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടുന്ന് ക്യാമറ പിടിക്കണ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി നോക്കട്ടെ ഏട്ടാ, ആളെന്താ ചെയ്യാന്നറിയാലോ. ഡിവണി 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 ഉണ്ടാ, ഇനിയിപ്പോൾ അങ്ങോട്ടാ തിരിയും. ഇതാണ് ഇവളുടെ സ്വഭാവം. നമ്മുടെ നോക്കിയാൽ ലാസ്റ്റത്തെ ബജ്ജി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതാ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടാ. അപ്പോൾ അതാ ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞു. നോക്കിയാൽ നല്ല രസമായിട്ട് നല്ല റിങ് പോലെ ഇരിക്കും. നമുക്കിങ്ങനെ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ, എന്തൊരു വേഗം ഉണ്ടാക്കി കഴിയാം. അപ്പോൾ നോക്കി നമ്മുടെ ചമ്മന്തി ബജ്ജി ഭയങ്കര ടേസ്റ്റായിട്ട് ഇങ്ങനെ ചമ്മന്തി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ. ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. ഓ, കാണുമ്പോൾ തന്നെ കണ്ട എന്താ രസം. ഞാനേ അളിയൻ പറഞ്ഞോണം ഇത് തന്നെ ആദ്യം കഴിക്കുക. അടിപൊളി സാധനം കേട്ടോ.
നമ്മൾ ഇവിടെ നിർബന്ധം ഉണ്ണികൾക്കൊക്കെ നിർബന്ധമാട്ടാ ചമ്മന്തി വേണമെന്നുള്ളത് ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മൾ തട്ടുകടകളിലൊന്നും പടവലങ്ങ കൊണ്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാ? പച്ചമുളകിൻ്റെ മുളകിൻ്റെ കണ്ടിട്ടില്ല. മുളക് ബജിന്ന് പടവലങ്ങൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ കൂടുതലും അങ്ങനെ കാണാത്ത കാരണം മേടിച്ച് തട്ടുകടയിലേക്ക് അങ്ങനെ പോകാത്ത കാരണമായിരിക്കും. ഉണ്ണികളും പറയണൊന്നും കേട്ടിട്ടില്ല. ചമ്മന്തി നോട്ടെ, ചമ്മന്തി അടിപൊളി തന്നെയാ. ചൂടുണ്ട് കേട്ടാ അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതുകൊണ്ടും ശരിക്കും ബജ്ജി ഉണ്ടാക്കാന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ വീട്ടിൽ വല്ല വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഈ ഇതിലൊക്കെ ഇങ്ങനെ കൊളുത്തി കുറച്ചെണ്ണം ആക്കി ഒരു പ്ലേറ്റിലേക്ക് ആക്കി ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം. ശരിക്കും രസാക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര നേരം ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയാൽ ഒരു വളവ തിരുവ കുഴയിലോ ഒന്നുമില്ല കേട്ടോ. നല്ല രസമാണ് കണ്ട, ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കിയോളോ. വീട്ടിലൊക്കെ പടവലങ്ങ ഉണ്ടാകുമ്പോൾ വെറുതെ കളയൊന്നും വേണ്ട, കൂട്ടാൻ വയ്ക്കുന്നു മാത്രമല്ല ഒരു വെറൈറ്റി സാധനം അടിപൊളിയായിട്ട് ഉപയോഗിക്കുക. അത് പിള്ളേർക്ക് ഇഷ്ടാവും ശരിക്കും. അതന്നെ, പടവലങ്ങ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവരുടെ വയറ്റിലേക്ക് അത് പൊക്കോളും. അപ്പം നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.